ഹായ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നത്തിങ് എന്ന വാക്കിനെ കുറിച്ചാണ്. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്ന അർത്ഥത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അത് ഒരു പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കാം. അത് ഒരു ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കാം. ഐ ഹാവ് നത്തിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നുമില്ല. ഐ എന്നത് സബ്ജക്റ്റാണ്, ഞാൻ. ഹാവ് എന്നുള്ളത് വേർബ് ആണ്. നത്തിങ് എന്ന് പറയുന്നത് ഓബ്ജക്റ്റും ആണ്. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് എന്നും നമുക്ക് പറയാം. ഇത് രണ്ടും സെയിം മീനിങ് തന്നെയാണ്. എനിക്ക് ഒന്നുമില്ല എന്ന് തന്നെയാണ് അവിടെ മീനിങ്. പക്ഷേ ഐ ഹാവ് നത്തിങ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്ട്രെസ് ഉണ്ട്. അതിന് കുറച്ചുകൂടി ഒരു എംഫസിസ് ആദ്യത്തെ സെൻറ്റൻസിന് ആണ്. ഐ കാൺട്ട് തിങ്ക് ഓഫ് എനിത്തിങ്, എനിക്ക് ഒന്നിനെ പറ്റിയും ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. അത് നമുക്ക് എനിത്തിങ് മാറ്റി നമുക്ക് നത്തിങ് ആക്കാം. ഐ ക്യാൻ തിങ്ക് ഓഫ് നത്തിങ്, എനിക്ക് ഒന്നിനെ പറ്റിയും ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ നോട്ട് ഉപയോഗിച്ചു. പക്ഷേ സെക്കൻഡ് സെൻറ്റൻസിൽ നമ്മൾ നത്തിങ് ഉള്ളതുകൊണ്ട് നമുക്കവിടെ നോട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ തിങ്ക് ഓഫ് നത്തിങ് എന്നാക്കി. നത്തിങ് എന്നുള്ളത് ഒരു നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ പിന്നെ ഒരു നോട്ടിൻ്റെ ആവശ്യം ആ സെൻറ്റൻസിന് ഇല്ല. ഐ ക്യാൻ തിങ്ക് ഓഫ് നത്തിങ് എന്ന് പറഞ്ഞാൽ കറക്റ്റായി. ഐ കാൺട്ട് ഡു എനിത്തിങ്, എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഐ കാൺട്ട്, അവിടെ കാൺട്ട് എന്നത് ക്യാൻ നോട്ട് അതാണ്. അപ്പോൾ നമുക്ക് ഐ ക്യാൻ ഡു നത്തിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നെഗറ്റീവ് മീനിങ് കിട്ടി നത്തിങ് ഉപയോഗിക്കുമ്പോൾ. വേറെ ഒരു നോട്ട് എന്ന വേർഡിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഐ ക്യാൻ ഡു നത്തിങ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ഹീ ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്, അവനൊന്നും മനസ്സിലാക്കുന്നില്ല. ഹീ ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഹീ അണ്ടർസ്റ്റാൻഡ്സ് നത്തിങ്. ഫസ്റ്റ് സെൻറ്റൻസിൽ നോട്ട് ഉപയോഗിച്ചു, സെക്കൻഡ് സെൻറ്റൻസിൽ നത്തിങ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ല. ദേ ഡോണ്ട് ഹാവ് എനിത്തിങ്, അവർക്ക് ഒന്നും ഇല്ല. ദേ ഹാവ് നത്തിങ്. നോക്കൂ, നത്തിങ് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം, നോട്ടിൻ്റെ ആവശ്യമില്ല. ആ മീനിങ് കിട്ടിക്കഴിഞ്ഞു. ഐ ഡോണ്ട് നോ എനിത്തിങ് എബൌട്ട് ദാറ്റ്, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ്. ഐ നോ നത്തിങ് എബൌട്ട് ദാറ്റ്. ഐ നോ നത്തിങ് എബൌട്ട് ദാറ്റ് രണ്ടും സെയിം മീനിങ് തന്നെയാണ്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് തന്നെയാണ്. ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ ഡോണ്ട് നോ എന്നുപയോഗിച്ചത് സെക്കൻഡ് സെൻറ്റൻസിൽ വന്നപ്പോൾ നോ എന്നാക്കി മാറ്റി നത്തിങ് ഉപയോഗിച്ചു. അപ്പോൾ എനിത്തിങ് എന്ന വേർഡിനെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് നത്തിങ് ഉപയോഗിക്കാം. ഇനി കമ്പാരിസൺസ് നടത്തുമ്പോൾ നമുക്ക് ഈ നത്തിങ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നത്തിങ് ഈസ് ബെറ്റർ ദാൻ ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് കേക്കിൻ്റെ അത്രയ്ക്ക് നല്ലതായിട്ട് വേറെ ഒന്നും ഇല്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മളൊരു കമ്പാരിസൺ നടത്തുകയാണ്. മറ്റുള്ള കേക്കും അതുപോലെ ചോക്ലേറ്റ് കേക്കുമായിട്ട് നമ്മളൊരു കമ്പാരിസണാണ് നടത്തുന്നത്. നത്തിങ് ഈസ് ബെറ്റർ ദാൻ ചോക്ലേറ്റ് കേക്ക്. നത്തിങ് ഈസ് ബെറ്റർ ദാൻ. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഷീ ലുക്സ് നത്തിങ് ലൈക്ക് ഹെർ സിസ്റ്റേഴ്സ്. അവളുടെ സിസ്റ്റേഴ്സിൻ്റെ പോലെ ഒട്ടും അല്ല അവൾ എന്നാണ്. ഷീ ലുക്സ് നത്തിങ് ലൈക്ക് ഹെർ സിസ്റ്റേഴ്സ്. അവിടെ ലുക്സ് എന്ന വേർഡിനെ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് നത്തിങ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആഡ്വേർബിൻ്റെ ഫങ്ഷനാണ് നത്തിങ് ചെയ്യുന്നത്. ദിസ് ടേസ്റ്റ് നത്തിങ് ലൈക്ക് ചിക്കൻ. ദിസ് ടേസ്റ്റ് നത്തിങ് ലൈക്ക് ചിക്കൻ. ഇപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും ഒരു ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയും, ഇത് ചിക്കൻ്റെ പോലെ തന്നെ ടേസ്റ്റാണ് എന്ന് പറയും. പക്ഷേ നമ്മളത് ടേസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ചിക്കൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ടേസ്റ്റ് നത്തിങ് ലൈക്ക് ചിക്കൻ. ചിക്കൻ്റെ പോലെ ഒട്ടുമല്ല. നമ്മളൊരു ഡിസഗ്രിമെൻ്റാണ്. നമുക്ക് വേറെ ഒരാൾ പറയുന്നതിനോട് നമ്മൾ ഡിസഗ്രി ചെയ്യുകയാണ്. ഇത് ചിക്കൻ്റെ പോലെ ഒട്ടും അങ്ങനെയല്ല അതിൻ്റെ ടേസ്റ്റ്. അപ്പോഴും ടേസ്റ്റ് എന്ന വേർബിനെ മോഡിഫൈ ചെയ്യുകയാണ് നത്തിങ് എന്ന വേർഡ് ചെയ്യുന്നത്. അവിടെയും ഒരു ആഡ്വേർബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നത്തിങ് വേണമെങ്കിൽ നമുക്ക് ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. എന്തെങ്കിലും എന്നത് ഒന്നും ഇല്ല എന്നതിനേക്കാളും ബെറ്ററാണ് എന്ന്. അത് ശരിയല്ലേ? ഒന്നുമില്ലാത്തതിലും നല്ലതല്ലേ കുറച്ചെങ്കിലും ഉള്ളത്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ചിലപ്പോൾ ഒരു ജോലിയുടെ കാര്യമാവാം. ഒരു കുഞ്ഞു ജോലിയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ജോലിയൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഒന്നുമില്ലാത്തതിലും ഭേദമല്ലേ ചെറിയൊരു ജോലിയെങ്കിലും ഉള്ളത് എന്ന് പറയില്ലേ? അതാണ്. ചില കാര്യങ്ങൾ നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ
അതിശയോക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ നത്തിങ് ഉപയോഗിക്കാം. വാട്ട് ആർ യു ഡൂയിങ് ടുഡേ? എന്താ ഇന്ന് ചെയ്യുന്നത് എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. നത്തിങ്. പക്ഷേ നമുക്ക് ചിലപ്പോൾ പല പ്ലാൻസും നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷേ അത് ഒന്നും ഇല്ല എന്ന് നമ്മളങ്ങോട്ട് പറയുകയാണ്. നത്തിങ്. അത് ഒന്നും ചെയ്യാൻ, വാട്ട് ആർ യു ഡൂയിങ് ടുഡേ? ഇന്ന് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്നൊന്നും ചെയ്യാനില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു പ്ലാനും ഇല്ലാഞ്ഞിട്ടോ അല്ല, കുറച്ചൊരു അതിശയോക്തിപരമായിട്ട് നമ്മൾ പറയുകയാണ്. നത്തിങ്. വാട്ട് ഡു യു ഡു യെസ്റ്റർഡേ? ഇന്നലെ എന്ത് ചെയ്തു? നത്തിങ്. വാട്ട് ആർ യു ഡൂയിങ് നൗ? ഇപ്പോൾ എന്താ ചെയ്യുന്നത്? നത്തിങ്. ഇവിടെയൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നൊരു ആൻസറാണ് നത്തിങ്. പക്ഷേ അവിടെ അത് ഒന്നും ഇല്ല എന്നല്ല മീനിങ്. ശരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾക്കത് പറയാൻ വേണ്ടുമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? എന്താണ് നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? നത്തിങ്. പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ പറയും, ഓ ഫ്രിഡ്ജിലൊന്നുമില്ല ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട്, ഞാൻ ഒന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ്. അവിടെയും നമ്മൾ നത്തിങ് ആണ് ഉപയോഗിക്കുന്നത്. ഫ്രിഡ്ജിലൊന്നുമില്ല എന്നുള്ളതിന് നമ്മൾ നത്തിങ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ടു ഗോ ഷോപ്പിംഗ് ബിക്കോസ് ദർ ഇസ് നത്തിങ് ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിലൊന്നുമില്ല, അതുകൊണ്ട്. ഫ്രിഡ്ജിലൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? പല സാധനങ്ങളും ഫ്രിഡ്ജിലുണ്ടാവും, പക്ഷെ നമ്മളത് അതിശയോക്തിപരമായിട്ട് തന്നെയാണ് പറയുന്നത്. അവിടെ നോട്ട് വെരി മച്ച് എന്നുള്ള മീനിങ് ആണ്. പല സാധനങ്ങൾ ഫ്രിഡ്ജിലുണ്ടാവും, പക്ഷേ നമുക്ക് പല സാധനങ്ങളും വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും ഇല്ല എന്ന് പറയുക. പിന്നെ നത്തിങ് എന്ന വേർഡ് കഴിഞ്ഞ് നമുക്ക് ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് നത്തിങ് ടു ഡു. നത്തിങ് കഴിഞ്ഞിട്ട് ടു ഡു, ചെയ്യാൻ ഒന്നുമില്ല. ദർ ഇസ് നത്തിങ് ടു ഈറ്റ്, ഒന്നും കഴിക്കാനൊന്നുമില്ല. ദർ ഈസ് നത്തിങ് ടു വാച്ച് ഓൺ ടി വി, ടി വിയിൽ കാണാനൊന്നുമില്ല. ടു ഡു, ടു വാച്ച്, ടു ഈറ്റ്. അപ്പോൾ ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാം നത്തിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ നത്തിങ് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലായല്ലോ.